ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മഷ്റൂം ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്, മഷ്റൂം മസാല. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലൊരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ മഷ്റൂം ഞാനിവിടെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 കാഷ്യൂസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക, വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 2 ഗ്രാമ്പൂ, ഒരു പീസ് പട്ട, 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു 2 ചെറിയ പീസ് ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്നു വരാനായിട്ട്. അപ്പോൾ മഷ്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സവാള വഴണ്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ കാഷ്യൂ ഒന്ന് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി സവാളയിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ടൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ അളവിൽ ഞാനിവിടെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ പോവും. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 2 വലിയ തക്കാളിയുടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി. അതുകൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂണ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തത്, ചെറുതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കാണാം വലിയ സൈസിൽ ഒരു കൂണിനെ 2ആയിട്ടൊക്കെ നീളത്തിൽ തണ്ടോട് കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറിയായി വന്നാൽ ഇത് കൂണാണെന്ന് മനസ്സിലാകുന്നില്ല, അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നല്ലോ കാഷ്യൂവിൻ്റെ പേസ്റ്റ്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ് ആയെന്ന് ഒരുപാട് ലൂസ് ആവാനും പാടില്ല, നല്ല തിക്കായിട്ടും വേണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കണം എന്നില്ല.
അപ്പോൾ നിങ്ങൾ കാഷ്യൂവിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 2 സ്പൂണ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്